ഹായ് ഫ്രണ്ട്സ്, നിങ്ങളൊരു ബിഗിനർ വെഹിക്കിളാണോ നോക്കുന്നത്? അതോ നിങ്ങൾക്കിനി ഫാമിലി ആയിട്ട് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് ഒരു കംഫർട്ടായിട്ടുള്ള റൈഡാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ നിങ്ങൾക്ക് ഒരു നല്ല മൈലേജുള്ള വെഹിക്കിളാണോ നിങ്ങൾ നോക്കുന്നത്? നമുക്ക് എല്ലാത്തിനും സ്യൂട്ടബിളായിട്ട് നമ്മുടെ നെക്സ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു വെഹിക്കിളാണ് ബലേനോ. ബലേനോ ഒരു 1.2 ലിറ്റർ എഞ്ചിനാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മാരുതി. ഒരു 4 സിലിണ്ടർ വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് നമുക്ക് മാരുതി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബെസ്റ്റ് ഇൻ ക്ലാസ് മൈലേജ് എന്ന് തന്നെ പറയാം. ഞാനല്ല ഇത് പറയുന്നത്, നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് പറയുന്നത്, യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് തന്നെയാണ് പറയുന്നത്. ബെസ്റ്റ് ഇൻ ക്ലാസ് മൈലേജ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും ബലേനോ ഒരുപാട് മുന്നേക്ക് വന്നിട്ടുണ്ട്. 6 എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സേഫ്റ്റി ഫീച്ചറായിട്ട് ഹെഡ്സപ്പ് ഡിസ്പ്ലേ, 360 വ്യൂ ക്യാമറ, 6 എയർ ബാഗ്സ്, ഇതുപോലുള്ള എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ABS, EBD, ESP ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ടെക്നോളജിക്കൽ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ബലേനോയ്ക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇനിയൊരു കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലുക്ക് ബെറ്റർ ദാൻ ബിഫോർ. വളരെ എലഗൻറ്റും സ്റ്റൈലിഷുമായിട്ടുള്ള ഒരു നല്ലൊരു ലുക്കാണ് കൊടുത്തിട്ടുള്ളത് ബലേനോയ്ക്ക്. വളരെ കംഫർട്ടായിട്ടുള്ള റൈഡാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ബക്കറ്റ് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ടുള്ള കുഷൻഡ് ആയിട്ടുള്ള നല്ല സീറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. ലോങ് ഡ്രൈവ് പോകാനായാലും സിറ്റി ഡ്രൈവിനാണെങ്കിലും ഏറ്റവും നല്ല മൈലേജ് തരുന്ന, ഏറ്റവും നല്ല കംഫർട്ട് തരുന്ന, ഒരു ക്ഷീണമില്ലാത്തൊരു റൈഡ് തരുന്ന ഒരു വെഹിക്കിളാണ് ബലേനോ. നമുക്കിതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് എന്ന് പറയുന്ന ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. +40 കണക്റ്റഡ് ഫീച്ചേഴ്സ്, സുസുക്കി കണക്ട് എന്നീ ഫീച്ചേഴ്സും കൂടി നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഇൻ ക്ലാസ് അല്ലെങ്കിൽ ബെസ്റ്റ് ഇൻ ക്ലാസ് ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി ലുക്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വേവ് ഗ്രിൽസ്, അതായത് നമ്മുടെ നെക്സയുടെ ഒരു തീം അനുസരിച്ചിട്ടുള്ള ഒരു ഗ്രില്ലാണ് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ DRL നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. LED ഹെഡ് ലാമ്പ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൈഡർ വിസിബിലിറ്റി നൽകുന്ന ഹെഡ് ലാമ്പും DRLസും തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബെറ്റർ ഫ്യൂവൽ എഫിഷ്യൻസി നൽകാനായിട്ട് നമുക്ക് ഈ വെഹിക്കിളിന് ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്ച്വലി ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഹൈബ്രിഡിനൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഫംഗ്ഷനാണ് ഈ ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ വണ്ടി ഏതെങ്കിലും ട്രാഫിക്കിലോ എന്തെങ്കിലും ചെന്ന് നിന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി ന്യൂട്രൽ ആക്കിയതിന് ശേഷം നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. ബാക്ക് നമ്മൾ ക്ലച്ചിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടാവും. ഇതാണ് ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി അത് ഒരു ഫ്യൂവൽ എഫിഷ്യൻസി, നമുക്കത് വേണമെങ്കിൽ നമുക്കത് ത്രൂ ഔട്ട് ഓൺ ആക്കിയിട്ട് നമുക്ക് റൈഡ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. കമ്മിങ് ടു സ്റ്റിയറിംഗ്, നമുക്ക് സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോർട്ടി ലുക്ക് തരുന്ന ഒരു ഡീകട്ട് സ്റ്റിയറിംഗ് വീൽസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ടിൽറ്റും ടെലസ്കോപ്പിക്കും ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽസാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടായിട്ട് റൈഡർ കംഫർട്ടിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. 6 വേ അഡ്ജസ്റ്റബിൾ സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈറ്റും അതുപോലെ തന്നെ നമ്മൾ ലെങ്ത്തും കാര്യങ്ങളെല്ലാം നമുക്ക് ഈക്വലി കാൽക്കുലേറ്റ് ചെയ്തിരിക്കാം. ബാക്കിലിരിക്കുന്നവർക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിയർ AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടായിട്ട് അവർക്ക് ബാക്കിലെ പാസഞ്ചേഴ്സിനും ഇരിക്കാൻ പറ്റും. 3 പേർക്ക് വളരെ അനായാസം ബാക്കിൽ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും.
കമ്പയറിംഗ് ടു അതർ വെഹിക്കിൾസ് എനിക്ക് ബലേനോനെ പറ്റി പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മൈലേജ്. ബാക്കിയുള്ള വെഹിക്കിൾസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല മൈലേജും 1.2 ലിറ്ററിൻ്റെ മാക്സിമം പവർ ഔട്ട്പുട്ടും വെഹിക്കിൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. പുതിയ ബലേനോ എടുത്തിട്ട് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. നമ്മളുടെ പേജിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. സോ മൈ ഓപ്ഷൻ ഫോർ a 1.2 liter engine will be Baleno.